ഒരു പുതിയൊരു പൊതയിടുന്ന സ്റ്റൈൽ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പൊതയിടുന്ന സ്റ്റൈൽ. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇലയോ പുല്ലോ ഒന്നുമല്ല, ഇത് നമ്മുടെ വാഴയില, ഉണങ്ങിയ സമയത്തുള്ള വാഴയില അല്ലെങ്കിൽ വാഴയുടെ ഇല ചെറിയ ചെറിയ പീസാക്കി മുറിച്ചതാണ്. ചെറിയ അധ്വാനം ഉണ്ടോ, എന്നാലും ബെസ്റ്റാണ്. ഇടുമ്പോൾ ക്ലീൻ ആയിട്ടെല്ലാം നിൽക്കും. നമ്മൾ പച്ചിലകളോ അല്ലെങ്കിൽ പുല്ല് വെട്ടിയതോ മിറ്റം അടിച്ചു വാരിയിട്ടേക്കുന്ന കരിയിലകളോ കൊണ്ടിട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ഫംഗസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പച്ചില ഇട്ട് കഴിഞ്ഞാൽ അത് അഴുകുമ്പോൾ ചെറിയ ചൂടുണ്ടാവും, അത് വേഗങ്ങൾക്ക് ശരിയാവില്ല. ഇനി പച്ചില ഇടുമ്പം അതിനുണ്ടാവും ഫംഗസുകൾ പ്രശ്നമാവും. അതിനൊക്കെ ഞാൻ കണ്ടുപിടിച്ചൊരു പ്രതിവിധിയാണ്, എൻ്റെ സ്വന്തം കണ്ടുപിടുത്തം. ഇതിൽ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് വാഴയില ഉണങ്ങിയ വാഴയില ചെറിയ ചെറിയ പീസാക്കി മുറിച്ചത് ഞാൻ എന്ത് ചെയ്തു, ഒരു സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കും. ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കും. ആവശ്യം വരുമ്പോൾ വേനൽക്കാലങ്ങളിലൊക്കെ കിടക്കാറാകുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഉണ്ടാക്കും. എന്നിട്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ മഴക്കാലമാണ്, ഇപ്പോൾ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഈ കാലാപ്പാടി മാവ്, ഇത് നമ്മുടെ കാലാപ്പാടി മാവാണ്. ഞാൻ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തതാണ്. ഒരു 20-20 തോന്നുന്നു, 18-20 വലിയ കവറിൽ നിന്ന് ഞാൻ റീപ്പോർട്ട് ചെയ്തതാണ്. ആ റീപ്പോർട്ട് ചെയ്ത വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ റീപ്പോർട്ട് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം, റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാകും മരത്തിന്. കുറേ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തത്. മണ്ണില്ല, 100% സോയിൽ ഫ്രീ ആയിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ മിക്സ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടു നോക്കുക. അപ്പം ഇതാണ് എൻ്റെ വേ ഓഫ് സ്റ്റൈലായിട്ടുള്ള പൊതയിടൽ. ഞാൻ കരിയിലൊന്നും കൊണ്ടിടാറില്ല, പച്ചില ഇടാറില്ല. ഞാൻ ഇങ്ങനെ വാഴയില മുറിച്ച് വെച്ചേക്കുന്നതാണ് ഇടുന്നത്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പൊതയിടൽ മെത്തേഡാണിത്.